എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഗബ്രിയാണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തു പോയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വളരെ മോശമായ ഒരു പെർഫോമൻസ് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ജാസ്മിൻ ഒരു ആക്ട്രസ് ആണെങ്കിൽ വളരെ മോശം ആക്ട്രസ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സങ്കടം മുഖത്ത് കാണിക്കാൻ ജാസ്മിന് അറിയില്ല. ജാസ്മിന് ശരിക്കും സേവ് ചെയ്യപ്പെട്ടതിലുള്ള സന്തോഷം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മറച്ചു വെക്കണം. അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ടായി. ഗബ്രി നല്ല പ്ലെയർ ആണെന്ന് ബിഗ് ബോസിനൊക്കെ അറിയാവുന്നതല്ലേ, എന്താ ഇങ്ങനെ ചെയ്തത്, എനിക്കിവിടെ ആരുമില്ല, നീ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു അടിപൊളി മോശം പെർഫോമൻസ്. ആ കാണിച്ച പെർഫോമൻസിൽ ഇത്തിരിയെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ജാസ്മിൻ ഇന്ന് തന്നെ ക്വിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഏക അപേക്ഷ. എന്തായാലും ഗബ്രി വളരെ കൂളായിരുന്നു. ഒരു തരത്തിലുള്ള വികാര പ്രകടനങ്ങളും ഗബ്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വളരെ കൂളായി ഡീസൻ്റായി ഗബ്രി അതിനെ ഫേസ് ചെയ്ത് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല അവസാനമായി വാഴത്തോപ്പിൽ ഇരിക്കാനും അതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെയുള്ള അവസരം ബിഗ് ബോസ് അണ്ണൻ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അത്രയെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. എന്തായാലും ഇത്തവണ എവിക്ഷൻ ഇല്ല എന്നൊന്നും പറഞ്ഞ് ഗബ്രീനെ സേവ് ചെയ്തില്ലല്ലോ. പ്രേക്ഷകരുടെ വോട്ടിങ്ങിനൊക്കെ കുറച്ച് മാന്യത നൽകിയല്ലോ എന്നുള്ള സംതൃപ്തി എനിക്കുണ്ട്. ഇത് കൂടാതെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള സൗഹൃദം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയതാണോ അതോ പുറത്തു നിന്നേ ഉള്ളതാണോ എന്നുള്ള ഡൗട്ട് ബിഗ് ബോസിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഉണ്ട്. എന്നിട്ടും ബിഗ് ബോസ് ഇവിടെ വളരെ ആധികാരികമായി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഈ ഹൗസിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ സൗഹൃദം മുറ്റി നിൽക്കുന്ന ഒരു വീഡിയോയും പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജാബ്രികൾ ഇവിടേക്ക് വന്നത് പ്രീ പ്ലാൻഡ് ആയിട്ടല്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയത് എന്നാണ്. എന്തായാലും ഒരേ തെറ്റ് ചെയ്തവർക്ക് 2 ശിക്ഷ വിധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജാസ്മിനെയും ഔട്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.